നമസ്കാരം. കാശ്മീരിലെ കുൽഹാമിൽ തദ്ദേശീയരല്ലാത്ത തൊഴിലാളികൾക്ക് നേരെ വീണ്ടും നടന്ന പൈശാചികമായ ഭീകരാക്രമണം രാജ്യത്തിന്റെ മനസ്സാക്ഷിയെ ഞെട്ടിപ്പിച്ചിരിക്കുകയാണ്. ജമ്മു കാശ്മീരിൽ സമാധാനാന്തരീക്ഷം പുനഃസ്ഥാപിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെയും സുരക്ഷാ സേനയുടെയും നിരന്തരമായ ശ്രമങ്ങളെ ചോർത്തിക്കളയാൻ ലക്ഷ്യമിട്ട് വീണ്ടും ഒരു ഭീകരാക്രമണം കൂടി അരങ്ങേറിയിരിക്കുന്നു. കുൽഗാം ജില്ലയിലെ കെല്ലം പ്രദേശത്ത് നടന്ന ഈ നടുക്കുന്ന സംഭവം അതിർത്തി കടന്നെത്തുന്ന ഭീകരവാദത്തിന്റെ വർഗീയമായ അജണ്ടയാണ് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നത്. ഉപജീവനത്തിനായി സ്വന്തം നാടും വീടും വിട്ട് വിദൂര ദിക്കുകളിലേക്ക് ജോലിക്കായി പോകേണ്ടി വരുന്ന പാവപ്പെട്ട ഇതര സംസ്ഥാന തൊഴിലാളികളെ പോലും ലക്ഷ്യമിടുന്നത് ഭീകരവാദികളുടെ സമാനതകളില്ലാത്ത ക്രൂരത കൂടിയാണ്. ഛത്തീസ്ഗഡിൽ നിന്നുള്ള ദീപക് റാത്രേ, ഭോബീന്ദർ എന്നീ നിഷ്കളങ്കരായ 2 ഹിന്ദു തൊഴിലാളികളുടെ ജീവനാണ് ഇവിടെ പൊലിഞ്ഞുപോയത്. തിരിച്ചറിയൽ കാർഡുകൾ പരിശോധിച്ച് മതമുറപ്പ് വരുത്തിയ ശേഷം നടത്തിയ ഈ കൂട്ടക്കൊല താഴ്വരയിൽ നിന്ന് സാധാരണക്കാരെയും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരെയും ഭയപ്പെടുത്തി ഓടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള ആസൂത്രിത നീക്കത്തിന്റെ ഭാഗം കൂടിയാണ്. ലഷ്കർ-ഇ-തൊയ്ബയുടെ നിഴൽ സംഘടനയായ ദി റെസിസ്റ്റന്റ് ഫ്രണ്ട് ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തതായാണ് റിപ്പോർട്ടുകൾ. ജമ്മു കാശ്മീരിലെ കുൽഗാം ജില്ലയിലെ കെല്ലം പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു സാധാരണ ഇഷ്ടിക ചൂളയിലാണ് വെള്ളിയാഴ്ച വൈകുന്നേരത്തോടെ ദാരുണമായ ഈ സംഭവം അരങ്ങേറിയത്. കഠിനാധ്വാനം ചെയ്ത് ജീവിക്കാനുള്ള വക തേടി 100 കണക്കിന് കിലോമീറ്ററുകൾ താണ്ടി കാശ്മീരിലെത്തിയവരാണ് ഛത്തീസ്ഗഡ് സ്വദേശികളായ ദീപക് റാത്രയും ഭോബീന്ദറും. സാധാരണ പോലെ തങ്ങളുടെ ജോലികളിൽ വ്യാപൃതരായിരിക്കവെയാണ് ഭീകരർ ആ പ്രദേശം വളഞ്ഞത്. പ്രദേശവാസികളല്ലാത്ത തൊഴിലാളികളെ മാത്രം ലക്ഷ്യമിട്ടെത്തിയ ആയുധധാരികളായ ഭീകരർ അവിടെ ഉണ്ടായിരുന്നവരുടെ ഐഡന്റിറ്റി കാർഡുകൾ പരിശോധിക്കാൻ തുടങ്ങി. പേരും വിലാസവും പരിശോധിച്ച ശേഷം അവരുടെ മതം ഏതാണെന്ന് ഉറപ്പുവരുത്തുകയായിരുന്നു ഈ നരാധമന്മാർ ചെയ്തത്. ഛത്തീസ്ഗഡിൽ നിന്നുള്ള ഹിന്ദു യുവാക്കളാണെന്ന് ബോധ്യപ്പെട്ട ഉടൻ തന്നെ യാതൊരു ദയവുമില്ലാതെ അവർക്ക് നേരെ ഭീകരർ വെടിയുതിർക്കുകയായിരുന്നു. കാശ്മീർ താഴ്വരയിൽ പതിറ്റാണ്ടുകളായി തുടരുന്ന വർഗീയ പ്രീണനത്തിന്റെയും വേർതിരിവിന്റെയും ശേഷിപ്പുകളാണ് ഇത്തരം ലക്ഷ്യമിട്ടിട്ടുള്ള കൊലപാതകങ്ങൾ. 1990കളിൽ കാശ്മീരി പണ്ഡിറ്റുകളെ വേട്ടയാടി ഓടിച്ച അതേ മാനസികാവസ്ഥ തന്നെയാണ് ഈ പുതിയ ഭീകരാക്രമണത്തിന് പിന്നിലും പ്രവർത്തിക്കുന്നത്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ഉപജീവനത്തിനായി കാശ്മീരിലെത്തുന്ന തൊഴിലാളികൾ ഹിന്ദു സമുദായത്തിൽപ്പെട്ടവരെ മാത്രം തിരഞ്ഞുപിടിച്ച് വധിക്കുന്നത് മേഖലയിലെ ജനസംഖ്യാ ഘടനയെ സ്വാധീനിക്കാനും ഭീകരതയുടെ ഭയം നിലനിർത്താനും വേണ്ടിയുള്ള ഗൂഢശ്രമമാണ്. ദീപക് റാത്രേ സംഭവ സ്ഥലത്ത് തന്നെ മരണപ്പെടുകയും ഗുരുതരമായി പരിക്കേറ്റ ചികിത്സയിലായിരുന്ന ഭോബീന്ദർ പിന്നീട് ആശുപത്രിയിൽ വെച്ച് മരണത്തിന് കീഴടങ്ങുകയും ചെയ്തത് രാജ്യത്തെ മുഴുവൻ ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ്. മതം ചോദിച്ചു ഉറപ്പിച്ചു കൊലപ്പെടുത്തുന്ന ഈ രീതി ഭീകരവാദികളുടെ വർഗീയ ഫാസിസ്റ്റ് മുഖത്തെയാണ് തുറന്നു കാണിക്കുന്നത്. സ്വന്തം കുടുംബത്തിന്റെ ദാരിദ്ര്യം മാറ്റാനും അന്നം കണ്ടെത്താനും വേണ്ടി സ്വന്തം സംസ്ഥാനമായ ഛത്തീസ്ഗഡ് വിട്ട് ദൂരെ ദിക്കുകളിലേക്ക് ജോലിക്കായി ഇറങ്ങിത്തിരിച്ച സാധാരണക്കാരായ 2 യുവാക്കളായിരുന്നു 24-കാരനായ ദീപക് റാത്രയും 28-കാരനായ ഭോബീന്ദറും. കഠിനാധ്വാനത്തിലൂടെ കുടുംബത്തെ പോറ്റിയിരുന്ന ഈ യുവാക്കളുടെ ജീവനാണ് ഭീകരവാദികളുടെ വെടിയുണ്ടകൾ കവർന്നെടുത്തത്. വെള്ളിയാഴ്ച വൈകുന്നേരം നടന്ന ആക്രമണത്തിൽ വെടിയേറ്റ ദീപക് റാത്രേ തൽക്ഷണം തന്നെ മരണപ്പെട്ടു. ഗുരുതരമായി പരിക്കേറ്റ് രക്തത്തിൽ കുളിച്ചു കിടന്ന ഭോബീന്ദറെ ആദ്യം സമീപത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലേക്കും തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി ശ്രീനഗറിലെ ഷേർ-ഇ-കാശ്മീർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലേക്കും മാറ്റിയിരുന്നു. നെഞ്ചിന്റെ വലതുഭാഗത്ത് ആഴത്തിൽ വെടിയേറ്റ അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാൻ ഡോക്ടർമാർ പരമാവധി ശ്രമിച്ചുവെങ്കിലും ഇന്ന് പുലർച്ചെയോടെ ആ ചെറുപ്പക്കാരനും മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ജോലിക്കായി എത്തുന്ന പാവപ്പെട്ട തൊഴിലാളികൾക്ക് നേരെ തിരിയുന്ന ഭീകരർ അവരുടെ കുടുംബങ്ങൾക്ക് നൽകിയ മുറിവ് ഒരിക്കലും ഉണങ്ങാത്ത ഒന്നാണ്. ഈ കിരാത ആക്രമണത്തിന് പിന്നിൽ നിരോധിത ഭീകര സംഘടനയായ ലഷ്കർ-ഇ-തൊയ്ബയുടെ ഒളി സങ്കേതങ്ങളിൽ നിന്ന് രൂപം കൊണ്ട ദി റെസിസ്റ്റന്റ് ഫ്രണ്ട് ആണെന്നുള്ള റിപ്പോർട്ടുകൾ പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഭീകരവാദ ശൃംഖലയുടെ പ്രവർത്തന രീതിയെയാണ് വ്യക്തമാക്കുന്നത്. സുരക്ഷാ സേനയുടെ ശക്തമായ നടപടികളെ തുടർന്ന് പരസ്യമായി രംഗത്തിറങ്ങാൻ സാധിക്കാതെ വരുമ്പോൾ ഇത്തരത്തിലുള്ള നിഴൽ സംഘടനകളെ ഉപയോഗിച്ച് സാധാരണക്കാരെയും നിസ്സഹായരായ ജോലിക്കാരെയും ആക്രമിക്കുന്ന ഭീരുത്വപരമായ സമീപനമാണ് ഭീകരർ സ്വീകരിക്കുന്നത്. കാശ്മീരിൽ സമാധാനം പുനഃസ്ഥാപിക്കപ്പെടുന്നതും വികസന പ്രവർത്തനങ്ങൾ വേഗത്തിലാകുന്നതും സഹിക്കാനാവാത്ത പാകിസ്ഥാൻ ചാരസംഘടനയായ ISIയുടെയും ഭീകര സംഘടനകളുടെ നിരാശയാണ് ഇത്തരം ആക്രമണങ്ങളിലൂടെ പുറത്തു വരുന്നത്. ഭീകരതയുടെ മുഖംമൂടികൾ ഓരോന്നായി അഴിഞ്ഞു വീഴുമ്പോൾ ഈ സംഘടനകൾക്കും അവരെ പിന്തുണയ്ക്കുന്ന പ്രാദേശിക കണ്ണികൾക്കുമെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടികളാണ് സുരക്ഷാ ഏജൻസികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കിടയിൽ ദക്ഷിണ കാശ്മീരിൽ നടക്കുന്ന രണ്ടാമത്തെ വലിയ ഭീകര ആക്രമണമാണിത്. ഇത് താഴ്വരയിലെ സുരക്ഷാ സാഹചര്യങ്ങൾ ഗൗരവത്തോടെ കാണേണ്ടതുണ്ട് എന്നതിൻ്റെ തെളിവ് കൂടിയാണ്.
കുൽഗാമിലെ ഈ കൂട്ടക്കൊലയ്ക്ക് തൊട്ടുമുമ്പ് ജൂലൈ 22-ന് അന്തർനാഗിലെ ലാൽ ചൗക്കിൽ ഹെഡ് കോൺസ്റ്റബിൾ ആഷിഖ് ഹുസൈൻ ഖുറേഷിയെ തീവ്രവാദികൾ വെടിവെച്ചു കൊന്നു. ഇന്ത്യൻ റിസർവ് പോലീസ് ബാറ്റാലിയനിൽ നിയമിതനായ അദ്ദേഹം അമർനാഥ് യാത്രയുടെ സുരക്ഷാ ഡ്യൂട്ടിക്ക് ഇരിക്കുമ്പോഴാണ് ലക്ഷ്യം വയ്ക്കപ്പെട്ടത്. 2025 ഏപ്രിലിൽ നടന്ന പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം സുരക്ഷാ സേനയ്ക്കെതിരെയുള്ള ആദ്യത്തെ വലിയ ആക്രമണമായിരുന്നു അത്. തുടർച്ചയായി ഉണ്ടാകുന്ന ഇത്തരം സംഭവങ്ങൾ ദക്ഷിണ കാശ്മീരിൽ ഭീകരവാദികൾ വീണ്ടും വേരൂന്നാൻ ശ്രമിക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചന കൂടിയാണ്. ഇതിനെതിരെ കൂടുതൽ ശക്തമായ കോർഡൺ ആൻഡ് സെർച്ച് ഓപ്പറേഷനുകളും രഹസ്യാന്വേഷണ ഏജൻസികളുടെ ഏകോപനവും അനിവാര്യമായിരിക്കുന്നു. സംഭവത്തെ തുടർന്ന് ജമ്മു കാശ്മീരിലെ മുഴുവൻ പ്രദേശത്തും അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഇന്ത്യൻ സൈന്യം, ജമ്മു കാശ്മീർ പോലീസ്, CRPF എന്നിവർ സംയുക്തമായി കുൽഗാം ജില്ലയും പരിസര പ്രദേശങ്ങളും പൂർണ്ണമായും വളഞ്ഞിരിക്കുകയാണ്. കുറ്റവാളികളെയും അവരെ സഹായിച്ചവരെയും ഒളിത്താവളങ്ങളിൽ നിന്ന് പിടികൂടുക എന്ന ലക്ഷ്യത്തോടെ വൻതോതിലുള്ള തെരച്ചിലുകളാണ് നടക്കുന്നത്. അത്യാധുനിക നിരീക്ഷണ സംവിധാനങ്ങളും ഡോഗ് സ്ക്വാഡുകളും രഹസ്യാന്വേഷണ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള റെയ്ഡുകളും മേഖലയിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ഭീഷണി ഉയർത്തുന്ന ഒരു തീവ്രവാദിയെയും വെറുതെ വിടില്ലെന്ന നിലപാടിലാണ് നമ്മുടെ സുരക്ഷാ സേന. ഇത്തരം ഭീകരവാദ പ്രവർത്തനങ്ങൾക്കെതിരെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ കർശനമായ സുരക്ഷാ അവലോകനങ്ങൾ നടന്നുവരുന്നുണ്ട്. കാശ്മീരിന്റെ മണ്ണിൽ നിന്ന് ഭീകരവാദത്തിന്റെ വേരുകൾ പൂർണ്ണമായും പിഴുതെറിയുന്നതുവരെ വിശ്രമമില്ലാത്ത പോരാട്ടമാണ് സുരക്ഷാ സേന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനു ശേഷം ജമ്മു കാശ്മീരിൽ സമാധാനവും അഭിവൃദ്ധിയും പുലരുന്നതും ടൂറിസം മേഖല വൻതോതിൽ വളരുന്നതും സാധാരണ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയരുന്നതും അതിർത്തിക്കപ്പുറത്തിരിക്കുന്ന രാജ്യവിരുദ്ധ ശക്തികൾക്കേറ്റ പ്രഹരങ്ങളായിരുന്നു. ലക്ഷക്കണക്കിന് വിനോദസഞ്ചാരികളും അമർനാഥ് യാത്ര പോലുള്ള തീർത്ഥാടനങ്ങളും യാതൊരു ഭയവുമില്ലാതെ കാശ്മീരിലേക്ക് ഒഴുകിയെത്തുന്നത് ഭീകരവാദികളുടെയും അവരുടെ യജമാന്മാരുടെയും ഉറക്കം കെടുത്തിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ താഴ്വരയിൽ വീണ്ടും ഭീതിയുടെയും അസ്ഥിരതയുടെയും അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നത് മാത്രമാണ് ഭീകരവാദികളുടെ ഏക വഴി. ഇതര സംസ്ഥാന തൊഴിലാളികളെയും സാധാരണക്കാരെയും ലക്ഷ്യമിടുന്നത് വഴി കാശ്മീരിന്റെ സമ്പദ് വ്യവസ്ഥയെ തകർക്കാനും പുറത്തുനിന്നുള്ള നിക്ഷേപങ്ങളെയും തൊഴിലവസരങ്ങളെയും ഭയപ്പെടുത്താനുമാണ് അവർ ശ്രമിക്കുന്നത്. എന്നാൽ ഈ നിഷ്കൃഷ്ടമായ ലക്ഷ്യങ്ങൾക്ക് മുന്നിൽ ഭാരതം ഒരിക്കലും മുട്ടുകുനിക്കില്ല എന്നതിൻ്റെ പ്രഖ്യാപനം കൂടിയാണ് സുരക്ഷാ സേനയുടെ ശക്തമായ തിരിച്ചടികൾ. കുൽഗാമിൽ നിരപരാധികളായ 2 ഹിന്ദു തൊഴിലാളികൾ ക്രൂരമായി കൊല ചെയ്യപ്പെട്ട സംഭവത്തിൽ രാജ്യവ്യാപകമായി ശക്തമായ പ്രതിഷേധമാണ് ഉയർന്നു വന്നിരിക്കുന്നത്. ഛത്തീസ്ഗഡിൽ നിന്നുള്ള ഈ തൊഴിലാളികളുടെ ദാരുണാന്ത്യം രാജ്യത്തിന്റെ വിവിധ കോണുകളിലുള്ള ജനങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട്. ദേശീയതയുടെയും രാജ്യസുരക്ഷയുടെയും കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകരുതെന്ന് വിവിധ രാഷ്ട്രീയ സാമൂഹിക പ്രസ്ഥാനങ്ങൾ ആവശ്യപ്പെടുന്നുമുണ്ട്. ഇത്തരം ഭീകരാക്രമണങ്ങൾക്കെതിരെ ശക്തമായ രാഷ്ട്രീയ ഇച്ഛാശക്തിയോടുകൂടിയുള്ള പ്രതിരോധ നടപടികളാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത്. നിലവിൽ അമർനാഥ് യാത്ര പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന സുപ്രധാനമായ ഒരു സമയത്താണ് കാശ്മീരിൽ ഇത്തരം ഭീകരാക്രമണങ്ങൾ അരങ്ങേറുന്നത് എന്നത് ഗൗരവത്തോടെ കാണേണ്ടതുണ്ട്. ലക്ഷക്കണക്കിന് വരുന്ന ശിവഭക്തർ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കാശ്മീരിൽ എത്തിക്കൊണ്ടിരിക്കുന്ന ഈ വേളയിൽ തീർത്ഥാടകരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ട് ലക്ഷക്കണക്കിന് സുരക്ഷാ ഉദ്യോഗസ്ഥരെയാണ് താഴ്വരയിലുടനീളം വിന്യസിച്ചിരിക്കുന്നത്. കഴിഞ്ഞ മാസം അനന്ത്നാഗിൽ ഹെഡ് കോൺസ്റ്റബിൾ ആഷിഖ് ഹുസൈൻ ഖുറേഷി വധിക്കപ്പെട്ടതും അമർനാഥ് യാത്രയുടെ സുരക്ഷാ ഡ്യൂട്ടിയിൽ ഇരിക്കുമ്പോഴായിരുന്നു. ഈ സാഹചര്യങ്ങൾ വ്യക്തമാക്കുന്നത് ഭക്തരുടെ ഒഴുക്കിനെയും സമാധാന അന്തരീക്ഷത്തെയും തടസ്സപ്പെടുത്താൻ ഭീകരർ ബോധപൂർവമായ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്നാണ്. എന്നാൽ ഭീകരവാദികളുടെ ഇത്തരം ഏത് ശ്രമങ്ങളെയും പരാജയപ്പെടുത്താൻ പ്രാപ്തമാണ് നമ്മുടെ സുരക്ഷാ സേന. യാത്ര സുഗമമായി നടക്കാനുള്ള എല്ലാവിധ ബലപ്പെടുത്തലുകളും സർക്കാർ ഇതിനോടകം തന്നെ വരുത്തിയിട്ടുണ്ട്. കാശ്മീരിലെ കുൽഗാമിൽ നടന്ന ഈ ക്രൂരമായ ഭീകരാക്രമണം നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷാ സംവിധാനങ്ങൾക്ക് മുന്നിലുള്ള വെല്ലുവിളികളെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ദീപക് രാത്രെ, ഭോവീന്ദർ എന്നീ 2 നിഷ്കളങ്കരായ തൊഴിലാളികളുടെ ജീവൻ നഷ്ടപ്പെട്ടത് രാജ്യത്തിന് അപരിഹാര്യമായ നഷ്ടമാണ്. എന്നാൽ ഇത്തരം ഭീരുത്വപരമായ ആക്രമണങ്ങളിലൂടെ കാശ്മീരിലെ സമാധാന അന്തരീക്ഷത്തെയോ വികസന മുന്നേറ്റത്തെയോ തകർക്കാൻ ഭീകരവാദികൾക്കാവില്ല. ശക്തമായ ഇച്ഛാശക്തിയോടുകൂടിയുള്ള സുരക്ഷാ നടപടികളിലൂടെയും ഭീകരവാദത്തോട് ഒരു തരത്തിലുള്ള ദയയും കാണിക്കാത്ത നയത്തിലൂടെയും മാത്രമേ ഇതിന് ശാശ്വതമായ പരിഹാരം കാണാൻ സാധിക്കൂ. ഈ വാർത്തയെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ. വാർത്തകൾ വേഗത്തിൽ അറിയാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.